ജീവിതയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചാറ്റും പുറത്തു വരികയാണ്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ചാറ്റ് വിവരങ്ങളിലേക്കാണ് അനന്തകൃഷ്ണൻ. അനന്തൻ, ഈ ചാറ്റിൻ്റെ ഉള്ളടക്കം എന്താണ്? അത് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവായി മാറുന്നുണ്ടോ? ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവായി അതിജീവിത നൽകിയിരിക്കുന്ന ഒരു കാര്യം ഈ ചാറ്റാണ്. ഈ ചാറ്റ് എന്ന് പറയുന്നത് അതിജീവിത മൊഴിയിൽ പറയുന്നത് തന്നെ ശാരീരികമായി ആക്രമിക്കുക മാത്രമല്ല, സാമ്പത്തികമായി വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂഷണം ചെയ്തു എന്നും പറയുന്നുണ്ട്. ഒരുപാട് വില കൂടിയ ആഡംബര വസ്തുക്കൾ തൻ്റെ പണം ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങിക്കുകയും ചെയ്തു. അതിനൊപ്പം പാലക്കാട്ട് ഒരു ഫ്ളാറ്റ് വാങ്ങിക്കാൻ വേണ്ടി പണം മുടക്കാൻ തന്നെ നിർബന്ധിച്ചു. അതിനുവേണ്ടി ഫ്ളാറ്റ് വാങ്ങിച്ചു നൽകണമെന്ന് നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്നും മൊഴിയിൽ പറയുന്നുണ്ട്. അതിന് ഉതകുന്ന തെളിവായിട്ടാണ് അതിജീവിത ഈ ചാറ്റ് അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. അതിൽ കൃത്യമായി ഈ ഫ്ളാറ്റിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിങ്ങും ഒക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നതും ഇത് ഈ അതിജീവിത രാഹുലിനോട് ചോദിക്കുന്നുണ്ട് എത്ര എങ്ങനെയാണ് ഇതിൻ്റെ ഈ തുക അടയ്ക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ 2 BHK പോരെ, ഇത്രയും വലിയ അത് ഒറ്റയ്ക്ക് താമസിക്കാൻ അത് പോരെ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ തന്നെ പറയുന്നുണ്ട് പോരാ, 3 BHK വേണം, വലിയ സ്പേസ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഫ്ലാറ്റ് വാങ്ങിക്കാൻ തന്നെ കൊണ്ട് പണം മുടക്കാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞ മൊഴിക്ക് അതിന് ഉതകുന്ന തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുകൂടാതെ കൂടുതൽ പണം തൻ്റെ പക്കൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിനിയോഗിച്ചു, വിദേശയാത്രയ്ക്കടക്കം തൻ്റെ പണം ഉപയോഗിച്ചു എന്നുള്ള മൊഴിയും നൽകിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ തെളിവുകൾ ഇതടക്കം കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട്. ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാദം എന്ന് പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണ്, തന്നെ അപകീർത്തിപ്പെടുത്താനും ജയിലിലടയ്ക്കാനും വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിജീവിത ആണ് റൂം ബുക്ക് ചെയ്തത്, താൻ അല്ല. അത് ഒരു മുതിർന്ന ആളായതുകൊണ്ട് തന്നെ അങ്ങനെ റൂം ബുക്ക് ചെയ്യുന്നതിൻ്റെ വരുംവരായികകൾ അവർക്കറിയാം. അവരുമായി ഉണ്ടായിരുന്നത് ബന്ധം ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധമാണ്. മാത്രമല്ല അതിജീവിത വിവാഹിതയായിരുന്നുവെന്ന് അറിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നത്. അങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ താൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്നും ഈ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. നാളെ ഈ ജാമ്യ ഹർജി കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തനിക്കെതിരെ ആരോപണങ്ങൾ വ്യാജം എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയുള്ള ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല, യുവതിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട തെളിവായി ഇപ്പോൾ ചാറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ പാലക്കാട് ഫ്ളാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചാറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് രാഹുലിന്റെ പേരിൽ വാങ്ങി നിൽക്കണമെന്നാണോ ആവശ്യപ്പെടുന്നത്? ഇവർ തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ക്ലാരിറ്റി ഈ ചാറ്റിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അതോ രാഹുൽ MLA യുടെ ഭാഗത്തുനിന്ന് ഒരു തട്ടിപ്പിനുള്ള ശ്രമം നടന്നു എന്നതാണോ? തന്നെ ശാരീരികമായി ആക്രമിച്ചത് കൂടാതെ, അതായത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപാണ് ഈ അതിക്രമമൊക്കെ നടന്നത്. അതിനുശേഷം പിന്നീട് തന്നോട് സ്നേഹം നടിക്കാനും ഒക്കെ ശ്രമിച്ചു. അതിനൊപ്പം തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. അതിനൊപ്പം പാലക്കാട് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. അതിനുവേണ്ടി പണം മുടക്കി ഫ്ലാറ്റ് വാങ്ങിച്ചു നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ അതിനുവേണ്ടി നടത്തിയ ചാറ്റ് ഡീറ്റെയിൽസും അതിനകത്ത് ശബ്ദരേഖ ഒക്കെ വന്നിട്ടുണ്ട്. ആ ശബ്ദരേഖയൊന്നും പക്ഷേ പുറത്തുവിട്ടിട്ടില്ല. അതിലെന്താണ് രാഹുൽ സംസാരിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ ഒരു ആഡംബര ഫ്ലാറ്റ്, ഒരു 3 BHK വലിയ സ്പേസുള്ള ഒരു ഫ്ലാറ്റ് വേണം എന്നുള്ളൊരു ആവശ്യമാണ് അയാൾ ഉന്നയിക്കുന്നത്. അതിൽ കുറഞ്ഞ ഫ്ലാറ്റ് പോരെ എന്ന് അതിജീവിത ചോദിക്കുമ്പോൾ അത് പോരാ, സ്പേസുള്ള ഫ്ലാറ്റ് വേണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.